ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ. തിരുപ്പതി അമ്പലത്തിൽ കിട്ടുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ ഓണത്തിനും വിഷുവിനും ഒക്കെ ആയാലും വീട്ടിലൊക്കെ എപ്പോഴും സാധാരണ വറുത്തരച്ച സാമ്പാർ അതുപോലെ സാമ്പാർ പൊടി ഉപയോഗിച്ചൊക്കെ ചെയ്യാറുണ്ട്. ഇത് വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ സാമ്പാർ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളുടെ സ്പെഷ്യൽ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ക്യാരറ്റ് ഒരെണ്ണം വട്ടത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ബീൻസിന് പകരം അമരപ്പയറാണ് കൂടുതൽ നല്ലത്. അത് കിട്ടാത്ത കാരണം ഞാനിപ്പോൾ ബീൻസ് എടുത്തതേ ഉള്ളൂ. പിന്നെ വേണ്ടത് 4 വെണ്ടക്കായ ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം വേണ്ടത് 150 ഗ്രാമിൽ മത്തങ്ങ, അതും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മീഡിയം ടൈപ്പ് പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്, അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 വഴുതനങ്ങ മീഡിയം ടൈപ്പ്, പിന്നെ ഒരു മുരിങ്ങക്കായ. ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന വെജിറ്റബിൾസ് കേട്ടോ. ഇതിൽ പൊട്ടാറ്റോ മത്തങ്ങയും മാത്രം നമ്മൾ പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുക. അത് ഈ ഒരു സാമ്പാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ പരിപ്പിൻ്റെ കൂടെ ഇട്ട് വേവിച്ച് നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടാണ് പിന്നെ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ പരിപ്പിൻ്റെ കൂടെ ഈ പൊട്ടാറ്റോയും അതുപോലെ തന്നെ മത്തങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി 1 കപ്പ് തുവരപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ അരമണിക്കൂറായിട്ട് കുതിർത്തിട്ടതാണ്. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഇത് കുതിർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 250 ml ആണ് കേട്ടോ. അപ്പോൾ ഇതിന് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനപ്പോൾ പരിപ്പെല്ലാം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോ അതുപോലെ തന്നെ ആ മത്തങ്ങയുടെ പീസസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പം ആ കട്ടിയായിട്ടുള്ള കായ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൊടി ചേർത്തതേ ഉള്ളൂ. ആ കട്ടിക്കായ ഉണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് കായ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്രയും വെള്ളം നമുക്കിതിന് ആവശ്യമുണ്ട് കേട്ടോ. കുറച്ചധികം വെള്ളം, അതായത് ഏകദേശം 1 ലിറ്ററോളം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സാമ്പാറിലേക്ക് ആവശ്യമുള്ള പുളി നമ്മൾ കുതിർത്തിട്ടുള്ളതാണ്. ഒരു ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സാമ്പാറിന് ഒരല്പം പുളി മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ സാമ്പാർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളുടെ സ്പെഷ്യൽ സാമ്പാറിൻ്റെ സാമ്പാർ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പീനട്ട് ഓയിൽ, അതായത് കപ്പലണ്ടിയുടെ എണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതാണ് ശരിക്കും ഈ സാമ്പാറിൽ ചേർക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ ഇത് നല്ലെണ്ണ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അരമുറി കൊപ്ര ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഈ സാമ്പാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. കൊപ്ര തന്നെ എടുക്കാൻ ശ്രമിക്കുക, അപ്പോഴേ ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മളുടെ കൊപ്രയ്ക്ക് ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അത് സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണേൽ വെക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ മല്ലിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 5 വറ്റൽമുളക്, 5 കാശ്മീരി മുളകും അതുപോലെ നോർമൽ വറ്റൽമുളകും 5 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനൊന്ന് വറുത്തെടുക്കാനുള്ള എളുപ്പത്തിന് കട്ട് ചെയ്തിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടല്ലോ, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 3/4 ടീസ്പൂൺ ജീരകമാണ്. നല്ല ജീരകം, ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് ആ ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ പൊട്ടുകടലയും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. നേരെ മറിച്ച് നിങ്ങൾ കട്ട കായമാണ് ചേർക്കുന്നത്, തുടക്കത്തിൽ തന്നെ ആ ചെറിയ പീസ് ഇട്ടിട്ട് വറുത്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് പൊടി ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. അതിന് ശേഷം തണുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ആ ബാക്കിയുള്ള കഷ്ണം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആ ബാക്കിയിരിക്കുന്ന എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചിട്ട് കൊടുക്കുക. അതിൽ വെണ്ടക്കായ മാത്രം ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ഈ കഷ്ണങ്ങളൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കഷ്ണങ്ങളിലേക്ക് ഒരല്പം കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം.
നമ്മൾ നേരത്തെ പരിപ്പ് വേവിക്കാൻ വെച്ചപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും ഇതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ വറുത്തെടുത്ത ആ മസാലയുടെ കൂട്ട് തണുത്തപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3-4 തവണ സാമ്പാർ ഉണ്ടാക്കാനുള്ള പൗഡർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് നന്നായിട്ട് അത് പൊടിച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ കാണിച്ചത് കേട്ടോ. അപ്പോൾ നമുക്കിതിന് ഇപ്പോൾ ഈ ഒരു തവണ ഉണ്ടാക്കാൻ ഒരു 4 ടേബിൾ സ്പൂൺ പൗഡർ മതിയാവും. ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ആ പൊടിച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് തന്നെ അതൊന്ന് മാറ്റിക്കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുകയാണേ. ഇപ്പം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച വെണ്ടക്കായ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ. അതിനോടൊപ്പം ഒരു 3 പച്ചമുളകും കൂടെ സ്ലിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ വെണ്ടക്കായ വെവാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഇതിൻ്റെ ചൂടിലത് താനെ വെന്തോളും. അപ്പം നമുക്കിനി ഇത് വെയിറ്റ് ചെയ്യാതെ തന്നെ ഇതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടെങ്കിലും ഈ വെജിറ്റബിൾസിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ടതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ കൂടി കായത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളി ഉണ്ടല്ലോ ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ആ പുളിവെള്ളം കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം കൂടി തിളയ്ക്കാൻ അനുവദിക്കാം. ആ പുളിയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കാനാണ്. ഈ കറിയിലേക്ക് അപ്പോൾ നമുക്കിനി പരിപ്പ് ചേർത്ത് കൊടുക്കണേ. അപ്പം ഞാൻ ആ വേവിക്കാൻ വെച്ച പരിപ്പും അതുപോലെ ആ മത്തങ്ങയും പൊട്ടറ്റോയും കൂടി വേവിച്ചതാണ്. നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിലും അതൊന്ന് ജസ്റ്റ് ഒരു മാഷർ ഉണ്ടെങ്കിൽ ഒന്ന് മാഷ് ചെയ്യുക, ഇല്ലെങ്കിൽ തവിയുടെ ബാക്ക് വശം വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാനിതൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം അങ്ങനെ മാഷ് ആക്കണമെന്നില്ല, ജസ്റ്റ് ഒന്നതൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കറിയുടെ കൂടെ ആകുമ്പോൾ അത് പെട്ടെന്ന് ആയിക്കോളും. ഇനി നമുക്ക് ആ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കഷ്ണങ്ങളില്ലേ അതിൻ്റെ ഒപ്പം ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ പരിപ്പും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റും കൂടെ ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് അതിൽ തിള വന്നതിന് ശേഷം വേണം നമുക്ക് ഇപ്പം നന്നായിട്ട് തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് മിക്സ് ചെയ്തതിന് ശേഷം അരപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നേരം കൂടി നമുക്കിത് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഇത് ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ശർക്കര നീര്, ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ശർക്കര നീരാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടുള്ള ശർക്കരയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇട്ടിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി ഒന്ന് തിളപ്പിക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ സാമ്പാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാൻ മാത്രം മതിയാവും. അപ്പോൾ ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി അല്പം എണ്ണ എടുത്ത് അതിലേക്ക് കടുക്, വറ്റൽമുളക്, ഉലുവ, ഒരല്പം ഉലുവ, ജീരകം, വേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ശേഷം നമുക്ക് ഈ താളിച്ചത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ തിരുപ്പതി ടെമ്പിൾ സ്റ്റൈലിലുള്ള സാമ്പാർ, അതായത് ഡിഫറെൻറ്റ് ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ സാമ്പാർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഇതിനകത്ത് നമ്മൾ തേങ്ങയ്ക്ക് പകരം കൊപ്ര, അതുപോലെ തക്കാളി ചേർത്തിട്ടില്ല, പിന്നെ പൊട്ടാറ്റോ ഒക്കെ ഒന്ന് മാഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.